പർച്ചേസ് റിട്ടേൺ എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. അതിനായിട്ട് റീറ്റെയിൽ മാക്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഷോപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. യൂസർ നെയിം കൊടുക്കുക. യെസ് കൊടുക്കുക. ഇവിടെ പോയിന്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ആണ് നമുക്ക് ആവശ്യം. അത് ക്ലിക്ക് ചെയ്യുക. യെസ് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകും. ഇവിടെ നമുക്ക് സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആണ് എടുക്കേണ്ടത്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ന്യൂ കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് പോകും. ഇവിടെ നമുക്ക് വെണ്ടറെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെണ്ടറെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ പർച്ചേസ് റിട്ടേൺ ചെയ്യേണ്ട ഐറ്റം ഏതാണോ ആ ഐറ്റം ഇവിടെ സെലക്ട് ചെയ്യുക. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് കൊടുക്കുക. ഇവിടെ നമുക്ക് ബാർകോഡ് ഉള്ള ഐറ്റം ആണെങ്കിൽ ബാർകോഡ് വെച്ച് സ്കാൻ ചെയ്തുകൊണ്ട് ഐറ്റം സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ബാർകോഡ് ഇല്ലാത്ത ഐറ്റം ആണെങ്കിൽ ഐറ്റം ഡിസ്ക്രിപ്ഷന് നേരെയുള്ള ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഐറ്റം സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഇതിന്റെ അവൈലബിൾ ക്വാണ്ടിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് റിട്ടേൺ ക്വാണ്ടിറ്റി എത്രയാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോഴേക്കും ആ ഒരു ഐറ്റം ഇവിടെ ആഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ അവൈലബിൾ ക്വാണ്ടിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിട്ടേൺ ക്വാണ്ടിറ്റി നമ്മൾ എത്രയാണോ കൊടുത്തത് അത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ എത്ര ഐറ്റംസ് ഉണ്ടോ അത്ര ഐറ്റംസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് റിമാർക്സ് കൊടുത്തിട്ട് കൺഫേം കൊടുത്ത് ഓക്കെ കൊടുക്കാവുന്നതാണ്. ഓക്കെ കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പ്രിന്റ് വേണമെങ്കിൽ ഈ പ്രിന്റ് എന്ന് പറയുന്ന താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്ത് നമുക്ക് പ്രിന്റ് എടുത്ത് സപ്ലൈസിന് കൊടുക്കാവുന്നതാണ്.